the runs scored by two teams A and B on the first 60 balls in a cricket match are given below. അപ്പോൾ ടീം എയും ടീം ബിയും ഫസ്റ്റ് 60 ബോളിൽ അവർ സ്കോർ ചെയ്ത റൺസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ബോൾസ് തന്നിട്ടുണ്ട്. 1 to 6 ബോളിൽ ടീം എ 2 റൺസ് ആണ് എടുത്തത്, ടീം ബി 5 റൺസ് ആണ് എടുത്തത്. അങ്ങനെ 60 ബോൾ വരെയുള്ള നമ്പർ ഓഫ് ബോൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ടീം എ സ്കോർ ചെയ്ത റൺസ് തന്നിട്ടുണ്ട്, ടീം ബി സ്കോർ ചെയ്ത റൺസും തന്നിട്ടുണ്ട്. റെപ്രസെന്റ് ദ ഡേറ്റ ഓഫ് ബോത്ത് ദ ടീംസ് ഓൺ ദ സെയിം ഗ്രാഫ് ബൈ ഫ്രീക്വൻസി പോളിഗൺ. അപ്പൊ ഈ ഡേറ്റയെ നമ്മൾ രണ്ട് ടീമിന്റെയും ഈ ഡേറ്റയെ നമ്മൾ സെയിം ഗ്രാഫില് ഫ്രീക്വൻസി പോളിഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്ലാസ് ഇന്റർവെൽസ് നിങ്ങളൊന്ന് നോക്കിയേ. ആദ്യം എന്ത് നോക്കണം? ഈ ക്ലാസ് ഇന്റർവെൽസ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. നോക്കിയേ, ഇവിടെ 1 to 6, അടുത്തത് 7ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 6ലല്ല അല്ലേ. അപ്പൊ 6ലാണെങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആകത്തുള്ളൂ. ഇവിടെ ഈ ഡേറ്റ കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഇന്റർവെലിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റണം. ഇനി ഈ ക്ലാസ് ഇന്റർവെലിന്റെ വിഡ്ത്ത് നോക്കിയേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലായിടത്തും സെയിം ആണോ നോക്കുക. 6 - 1 is 5, 12 - 7 5, 18 - 13 5, 24 - 19 5. അങ്ങനെ ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും 5 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ക്ലാസ് ഇന്റർവെൽസിന്റെ വിഡ്ത്തും സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യണം? ഇതിന്റെ ക്ലാസ് ഇന്റർവെലിനെ നമ്മൾ കണ്ടിന്യൂസ് ആക്കി മാറ്റണം. അപ്പൊ ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ നോക്കിയേ, ഈ ക്ലാസ് ഇന്റർവെൽസിന്റെ അപ്പർ ലിമിറ്റും ഇതിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ് അല്ലേ. അപ്പൊ ആ ഡിഫറൻസിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പൊ ആ 0.5നെ ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിന്റെ ലോവർ ലിമിറ്റും ഇതിന്റെ അപ്പർ ലിമിറ്റും ഇത് തമ്മിലുള്ള ഡിഫറൻസ് 7 - 6 ദാറ്റ് ഈസ് 1 ആണ് നമുക്ക് കിട്ടുക. ആ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.5 എന്ന് കിട്ടും. അപ്പൊ ഈ 0.5 കൊണ്ട് ഈ ഓരോ ക്ലാസ് ഇന്റർവെലിന്റെയും ലോവർ ലിമിറ്റിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യും. അതായത് ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യും, അപ്പർ ലിമിറ്റിന്റെ കൂടെ 0.5 ആഡ് ചെയ്യും. അങ്ങനെ ചെയ്ത് ഇത് മുഴുവൻ നമ്മൾ എഴുതണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ ക്ലാസ് ഇന്റർവെല് എന്താവും? കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പൊ ആദ്യം നമുക്ക് അതിങ്ങോട്ട് എഴുതാം. ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു, നമ്പർ ഓഫ് ബോൾസ്. അടുത്തത് നമ്പർ ഓഫ് ബോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ ആണ് വരയ്ക്കേണ്ടത് അല്ലേ. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ക്ലാസ് ഇന്റർവെല്ലിൽ പറ്റില്ല. എന്ത് വേണം? ഇതിന്റെ ക്ലാസ് മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ ക്ലാസ് ഇന്റർവെല്ലുകളുടെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ നമ്പർ ഓഫ് ബോൾസിനെ, അതായത് ക്ലാസ് ഇന്റർവെലിനെ നമുക്ക് കണ്ടിന്യൂസ് ആക്കി ഇങ്ങോട്ട് എഴുതാം. അപ്പൊ ആദ്യത്തത് 1ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്ത 0.5 തന്നെ നമുക്ക് കിട്ടും. 6ന്റെ കൂടെ ആഡ് ചെയ്ത 6.5. ഇനി അടുത്തത് 7ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താവും? 6.5. 12ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 12.5. ഇനി 13ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ 12.5. 18ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 18.5. ഇനി 19ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ 18.5. 24ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 24.5. ഇനി 25ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത 24.5. 30യുടെ കൂടെ ആഡ് ചെയ്ത 30.5. ഇനി 31ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത 30.5. 36ന്റെ കൂടെ ആഡ് ചെയ്താൽ 36.5. 37ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത 36.5. 42ന്റെ കൂടെ ആഡ് ചെയ്ത 42.5. 43ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്ത 42.5. 48ന്റെ കൂടെ ആഡ് ചെയ്താൽ 48.5.
49ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 48.5. 54ന്റെ കൂടെ ആഡ് ചെയ്താൽ 54.5. 55ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ 54.5. 60യുടെ കൂടെ ആഡ് ചെയ്താൽ 60.5. ഇത്രയും നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മളിവിടെ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു തന്നു. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അപ്പോൾ 0.5ഉം 6.5ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും. 7 ഡിവൈഡഡ് ബൈ 2. 7 ഡിവൈഡഡ് ബൈ 2 ഈസ് 3.5. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 0.5 പ്ലസ് 6.5 by 2. 6.5ഉം 0.5ഉം കൂടെ ആഡ് ചെയ്താൽ 7 കിട്ടും. 7 by 2. 7 by 2 എന്ന് പറയുന്നത് 3.5 ആണ്. ഇനി അടുത്തത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 6.5 to 12.5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 12 plus 6 18. 0.5ഉം 0.5ഉം കൂടെ 1 ആണ്. 18 plus 1 19. 19 by 2 is 19 by 2 ചെയ്ത് എന്ത് കിട്ടും? 9.5 കിട്ടും. 9.5. ഇനി ഇത് രണ്ടും കൂടെ ചെയ്താൽ 18 plus 12 30. 31. 31 by 2 is 15.5. ഇനി ഇത് രണ്ടും കൂടെ ചെയ്താൽ 24.5ഉം 18.5ഉം. 24.5 18.5. 0 12 plus 1 13. 2 3 4 43. 43 by 2 ചെയ്താൽ 21.5. അടുത്തത് 30 50 54 55. 55 വരുമ്പോൾ 27.5. 36 plus 30 66. 66 plus 1 67. 67 by 2 ചെയ്താൽ 33.5. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ അതും കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ 30 മിനിറ്റ്സിൽ കൂടുതലുള്ളൊരു വീഡിയോ ആയിട്ട് പോകുമേ. അതുകൊണ്ടാണ് ഞാൻ മൈൻഡിൽ ഇങ്ങനെ അങ്ങ് എഴുതുന്നത്. 42 plus 36. 40 plus 30 70. 78 79. 79 by 2 ചെയ്താൽ 39.5. 42 plus 48 80 90. 90 plus 1 91. 91 by 2 ചെയ്താൽ 45.5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 50 40 then 90 100 102 103. 103 by 2. 103 by 2 ചെയ്താൽ 51.5. 60 plus 54. 110 114 115 by 2. അപ്പോൾ 57.5. അപ്പോൾ ഈ ക്ലാസ് ഇന്റർവെലുകളുടെ എല്ലാം മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ക്ലാസ് മാർക്കായിട്ട് നമ്മളിവിടെ എഴുതിയത്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടീം എയുടെയും ടീം ബിയുടെയും ഫ്രീക്വൻസി നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം ടീം എ. ടീം എയുടേത് 218. അപ്പോൾ തെറ്റാതെ നിങ്ങൾ ഓരോന്നിൻ്റെയും നേരെ ലെവലായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 218 9 4 5 6 10 6 2. അടുത്തത് ടീം ബി. ടീം ബിയുടേത് 5 6
2, 10, 5, 6, 3, 4, 8, 10. അപ്പോൾ ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഇതിനെ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുന്നേ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളത് കോളം വരച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാതെ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിവിടെ കോളം ഇച്ചിരി വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു കോളമായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് കാണാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുഞ്ഞതാക്കി ഞാനിവിടെ എഴുതിയത്. ഇപ്പം ഓരോ വാല്യൂം ഏതിൻ്റെയൊക്കെയാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ടേബിളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ പരിപാടി നമുക്ക് ഇത് ഗ്രാഫിലോട്ട് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് നമ്മൾ ഇതിനെ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈൻ ഈസ് എക്സ് ആക്സിസ് and vertical line is y axis. This is y axis and this is x axis. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് ബോൾസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ബോൾസ് എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ് മാർക്കുകളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ ക്ലാസ് മാർക്കുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. വൈ ആക്സിസിൽ നമുക്കിവിടെ മാക്സിമം എത്രയാണ് റണ്ണ്? മാക്സിമം റൺ ഇവിടെ 10 ആണ് അല്ലേ. 10 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വൈ ആക്സിസിൽ നമുക്ക് സ്കെയില് 1 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ സ്കെയിൽ എഴുതാം. സ്കെയില് 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 റൺ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ബോൾസ്, വൈ ആക്സിസിൽ റൺസ് സ്കോർ. ഇനി ഇവിടെ 1 തൊട്ട് 10 വരെ മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ എക്സ് ആക്സിസിലോട്ട് നമ്മൾ ഫസ്റ്റ് 3.5, സെക്കൻഡ് എത്രയാണ്? 9.5, 15.5, 9.5, 15.5, അടുത്തത് 21.5, 27.5, 21.5, 27.5, 33.5, 39.5, 45.5, 51.5, 57.5. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ടീം എയുടേതാണ് ആദ്യം വരയ്ക്കുന്നത്. 3.5 ഈസ് 2. അപ്പോൾ 3.5 ഈസ് 2 ഇതാ ഇവിടെ വരും. അടുത്തത് 9.5 ഈസ് 1. 9.5 1 ഇതാ ഇവിടെ വന്നു. 15.5 is 8. 15.5 is 8. ഇവിടെ വന്നു. അടുത്തത് 21.5 is 9. 21.5 is 9. ഇവിടെ വന്നു. അടുത്തത് 27.5 is 4. ഇവിടെ വന്നു. അടുത്തത് 33.5 is 5. 5 ഇവിടെ ഇതാണ് 5. അടുത്തത് 39.5 is 6. 39.5 is 6. 6 ഇതാണ് 39.5. അടുത്തത് 45.5 is 10. 45.5 is 10.
ദാ ഇവിടെ വരും 10. അടുത്തത് 51.5 is 6. 51.5 is 6. 6 ദാ ഇവിടെ വരും. അടുത്തത് 57.5 is 2. 5 is 2. ദാ ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണമെന്നാ ഞാൻ പറഞ്ഞത്? നമുക്ക് ഒരു ക്ലാസ് ഇന്റർവെല്ലും കൂടെ വേണം. അപ്പോൾ അടുത്തത് ഇവിടെ വരും. അടുത്തത് ദാ 0യിൽ ഇവിടെ വരും. ഇവിടുത്തത് ദാ ഇവിടെ വരും. ഇനി നമുക്ക് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മളിട്ട ലൈനുകളെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങളെ ഈ എക്സ്ട്രാ ഇന്റർവൽ ആഡ് ചെയ്യാതെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്താൽ മതിയാകും. നിങ്ങൾ വരച്ച ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുക. ഓരോ യൂണിറ്റിലെ നോക്കി നോക്കി ചെയ്യുക. ഇവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ചെയ്യരുത്. അടുത്ത യൂണിറ്റ് ഇതാണ്, ഇതിലെ പോയിന്റിൽ വേണം ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടുത്തെ അടുത്തത് 63.5 വരും കേട്ടോ. അപ്പൊ 6 വെച്ചിട്ടാണ് ഇവിടെ ആഡ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ വരച്ചത് ടീം എയുടെയാണ്. ടീം എ. ഇനി അടുത്ത നമ്മൾ ടീം ബിയുടെ ആണ് വരയ്ക്കുന്നത്. ഇതും കൂടെ ജോയിൻ ചെയ്യണേ. ഇപ്പോഴാണ് നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് അടുത്തത് ടീം ബിയുടെ നമുക്ക് വരയ്ക്കാം. ടീം ബിയുടെ 3.5 5 ആണ്. 3.5 is 5. ഇതാ ഇവിടെ വരും. അടുത്തത് 9.5 is 6. അപ്പൊ ടീം എയും ടീം ബിയും മാറിപ്പോകാതെ നിങ്ങൾ നോക്കുക. ടീം ബിയുടെ 9.5ൻ്റെത് 6 ആണ്. 9.5 6 ഇവിടെ വരും. അടുത്തത് 15.5 ടീം ബിയുടെ 2 ആണ്. അടുത്തത് 21.5 is 10. 21.5 is 10. ഇതാ ഇവിടെ വരും. അടുത്തത് 27.5 is 5. 27.5 is 5. ഇതാ ഇവിടെ വരും. 5 27.5. അടുത്തത് 33.5 is 6. 33.5 is 6. 6. അടുത്തത് 39.5 is 3. 5 is 3. 3 ഇതാ ഇവിടെ വരും. നെക്സ്റ്റ് 45.5 is 4. 4 ഇതാ ഇവിടെ വരും. നെക്സ്റ്റ് 51.5 is 8. 57.5 is 10. 8ഉം 10ഉം. 8 51.5 is 8. 8 ഇതാ ഇവിടെ വരും. അടുത്തത് 10. 10 ഇതാ ഇവിടെ വരും. അടുത്തത് അതായത് 57.5 is 10. അപ്പോൾ നമ്മുടെ പോയിന്റുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത് രണ്ടിടത്തും 0 തന്നെയാണ് വരിക. ഇവിടെ രണ്ടിടത്തും 0 തന്നെയാണ് വരിക. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലൈനുകളെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് കിട്ടി. ദിസ് ഈസ് ടീം ബി. അപ്പം ഇച്ചിരി വലിയൊരു ഗ്രാഫാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക.
അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലാസ് മാർക്ക് എടുക്കുമ്പോൾ നിങ്ങൾ തെറ്റാതെ ശ്രദ്ധിക്കണം. അതേപോലെ ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആക്കുമ്പോഴും നിങ്ങൾ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.